بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب يسر ولا تؤسر رب زدنا علما وحلما وفهما وعقلا وحفظا وأدبا كاملا رب تمم بالخير والسعادة اللهم اغفر لنا لوالدينا لمشايخنا لجميع المسلمين. നജസിന്റെ വിവിധ ഇനങ്ങൾ നാം പറഞ്ഞു. ഇനി ഗൗരവമുള്ള രണ്ട് നജസ്സുകൾ ഉണ്ട്. സാധാ നജസ്സിനേക്കാൾ ഗൗരവമാണ് ആ നജസ്. അത് 7 തവണ കഴുകേണ്ട നജസാ. രണ്ട് സാധനമാണത്. അത് ഏതാ എന്ന് പറയാം. കൽബിൻ നായ പോലെ, ഖിൻസീരിൻ പന്നി പോലെ, ഫറഇ കുല്ലിൻ മിൻഹുമാ ഇവ രണ്ടിൽ ഓരോന്നിന്റെയും കുട്ടി പോലെ, പിരിഞ്ഞതുപോലെ, മാലാഖരി മറ്റീന്റെ കൂടെ. നായ പന്നിയും കൂടിയും കൂടിക്കാണ്ട് ഒരു കുട്ടി ഉണ്ടായി. നായും പന്നിയും കൂടി കൂടി ചേർന്നപ്പോ ഒരു കുട്ടി ഉണ്ടായി. നായ പന്നിനെ കയറി, അല്ലെങ്കിൽ പന്നി നായനെ കയറി. അങ്ങനെ കുട്ടി ഉണ്ടായാൽ അത് നജസ. അപ്പൊ നായക്കുട്ടിയാണോ പന്നിക്കുട്ടിയാണോ എന്ന് വെച്ചാൽ രണ്ടിന്റെയും കൂടി കുട്ടി, അത് പറയാനാണ് അത് പറഞ്ഞത്. മറ്റേ ഇപ്പൊ നായ എന്നല്ല പറഞ്ഞത്. ഫറഇ കുല്ലിൻ മിൻഹും അവ രണ്ടിൽ നിന്നും ഒന്നിൽ നിന്നും പിരിഞ്ഞു, മാലാഖരി മറ്റീന്റെ കൂടെ, ഒന്ന് മറ്റീന്റെ കൂടെ കൂടിയിട്ട് പിരിഞ്ഞുണ്ടായി. ഔ മാ ഗൈരിഹി അല്ലെങ്കിൽ ഇവ രണ്ടിൽ നിന്നും ഒന്ന് ഇത് രണ്ടും അല്ലാത്ത ഒന്നിന്റെ കൂടെ കയറിയിട്ട് പിരിഞ്ഞു. ഉദാഹരണത്തിന് നായും പശുവും, അല്ലെങ്കിൽ പന്നി ആടും. ഇങ്ങനെ നായ പന്നിയോ എന്തായി മറ്റൊരു ജീവിയുടെ കൂടെ കൂടിയിട്ട് പിരിഞ്ഞുണ്ടായ കുട്ടി, അതും എന്താണ്? നജസാണ്. അപ്പൊ എന്താ പറഞ്ഞു? ഫറഇ കുല്ലി മിൻഹുമാ ഇവ രണ്ടിൽ നിന്ന് ഓരോന്നിന്റെയും കുട്ടി, മാലാഖരി ഇവയിൽ നിന്നുള്ള മറ്റൊന്നിന്റെ കൂടെ എന്ന് പറഞ്ഞാല് നായ പന്നിന്റെ കൂടെ, പന്നി നായന്റെ കൂടെ. വാവു മാ ഗൈരിഹി അല്ലെങ്കിൽ ഇവ രണ്ടിൽ നിന്നോ ഒന്ന് ഇവ രണ്ടും അല്ലാത്ത മറ്റൊന്നിനോട് കൂടെ കൂടിയിട്ട് പിരിഞ്ഞുണ്ടായാലും, ഉദാഹരണത്തിന് നായ മനുഷ്യനും, അല്ലെങ്കിൽ പന്നി മനുഷ്യനും, അല്ലെങ്കിൽ നായും പശുവും, അല്ലെങ്കിൽ പന്നിയും ആടും, ഇങ്ങനെ മറ്റൊന്നിന്റെ കൂടെ ഉണ്ടായാലും അതും നജസാണ്. അപ്പൊ നായി മനുഷ്യനും കൂടി കൂടിയിട്ടുണ്ടായിട്ട് ഒരു മനുഷ്യനൊരു കുട്ടി ഉണ്ടായി. സംഗതി നായ്ക്കുട്ടിയാണ്, മനുഷ്യക്കുട്ടിയാണ്, എന്നാൽ നജസാണ്. അപ്പൊ നജസാണെന്ന് അവിടുത്തെ ഹുക്കുമ്. പ്രസവിച്ചത് ചിലപ്പോ മനുഷ്യന്റെ രൂപമാണെന്ന് തന്നെ വെക്കാം, എന്നാലും ആ മനുഷ്യൻ നജസായ മനുഷ്യനാ. അഞ്ഞ് പറയുന്നുണ്ട്. അതാണ് മാൽ ആഖരി അറിഞ്ഞ നായ മറ്റീന്റെ കൂടെ അറിഞ്ഞ പന്നിന്റെ കൂടെ എന്ന്, അല്ലെങ്കിൽ പന്നി നായന്റെ കൂടെ എന്ന്. ഔമാ ഗൈരി പറഞ്ഞ ഇവ രണ്ടും അല്ലാത്ത ഒന്നിന്റെ കൂടെ എന്നതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ അക്ക നജസാണ്. ചുരുക്കി പറഞ്ഞാല് പശു പ്രസവിച്ച് നായന്റെ കുട്ടീനെ, എന്നാല് എന്താണ്? ആ കുട്ടി നജസാണ് എന്നർത്ഥം. അല്ല മനുഷ്യൻ പ്രസവിച്ച് ആരെ കുട്ടീനെ? പന്നിന്റെ കുട്ടീനെ. മനുഷ്യനെ പ്രസവിച്ചപ്പോ നല്ലൊരു മനുഷ്യക്കുട്ടിയാ, സംഗതി പന്നിന്റെ കുട്ടിയാണ്. അപ്പൊ എന്നാലും അതെന്താണ്? നജസാണ്. മനുഷ്യക്കുട്ടീനെ പ്രസവിച്ചാലും നജസാണ്. ഇനി നോക്കൂ, വദൂദു മൈത്തത്തിഹിമ നായ പന്നിയുടെ ശവത്തിലെ പുഴുവാകുന്നത്. നായ പന്നി ചത്ത് കിടന്നിട്ട് അതിന്റെ ശവത്തിലെ പുഴുവാകുന്നത് തോഹിറുൻ, അത് ശുദ്ധിയാണ്. ദൂതു മൂത്താണ് അവിടെ. ദൂതു മൈത്തത്തിഹിമ തോഹിറുൻ, ശവത്തിലെ പുഴു എന്താണ്? ശുദ്ധിയാണ്. പക്ഷെ അത് നജസ് അതിനോട് ചേർന്നിട്ടുണ്ട്, അതിന്റെ ശരീരത്തിൽ നജസ്സുണ്ട്. കഴുകിയാല് എന്താണ്? ശുദ്ധിയാണ് എന്ന് പറയാൻ കഴിയും. അതെന്തല്ല, അതിന് നജസ്സല്ല, നജസിന്റെ തടിയല്ലത്. അതേമേ നജസ്സുണ്ട്, അത് കഴുകിയ വൃത്തിയാവും ചെയ്യും. വക്കത ഇതുപോലെയാണ് നെസ്റ്റു അങ്കബൂത്തി, ചിലന്തിയുടെ വല. അത് മറ്റൊരു വിഷയമാണ്. നായപന്നിന്റെ കഴിഞ്ഞു. ഇനി മറ്റൊരു വിഷയം പറയാണ്. ചിലന്തി വല ഇതുപോലെയാണ് എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളതാണ് എന്നർത്ഥം. ചിലന്തി വല നജസാണ്, ശുദ്ധിയാണോ എന്ന് ചോദിച്ചാൽ വക്കത ഇതുപോലെയാണെന്ന് പറഞ്ഞാൽ തോഹിറാണ്. നെസ്റ്റു അങ്കബൂത്തി ചിലന്തിയുടെ വലയാകുന്നത്. അല്ലെ മഷ്ഹൂരി, പ്രശസ്തമായ അഭിപ്രായം അനുസരിച്ച്. കമാക്കാലഹു സുബിക്കിയോ, ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ. വല്ല അദ്റഇയു, അദ്റഇ ഇമാമും അത് പറഞ്ഞിട്ടുണ്ട്. വജസമ സാഹിബുൽ ഉദ്ദത്തി, ഉദ്ദയുടെ മുസന്നിഫ് ഉറപ്പിച്ചു പറഞ്ഞു. വൽ ഹാവിയുടെ മുസന്നിഫും ബിനജാസത്തിഹി, ചിലന്തി വല നജസാണ് എന്ന്. അപ്പൊ നജസാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് എന്നർത്ഥം. ഉദ്ദയുടെ മുസന്നിഫ് എന്ന് പറഞ്ഞാല് ഖാലി ഹാവിന്റെ മുസന്നിഫ്, അല്ല ഹാവി
ഹാവിന്റെ മുസന്നിഫ് സാഹിബുൽ ഉദ്ദത്തി വൽ ഹാവി മാവർദി ഇമാമാണ്. പിന്നെ നജാസത്തി നജസാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊന്ന്, പാമ്പിന്റെ തോലുണ്ടല്ലോ, പാമ്പിന്റെ തോല്, അത് ചിലപ്പോ തോല് ഇങ്ങോട്ട് പുറത്ത് അവിടെ ഇവിടേക്ക് കാണാം. വമ വന്നാവുന്ന നെഹ്റുജ് പുറപ്പെടും ജിൽത്തി നഹ്വി ഹയ്യത്തിൻ, പാമ്പ് പോലത്തെ ഇതിന്റെ തോലിൽ നിന്നും തേളിൽ നിന്നും പുറപ്പെടുന്ന കേട്ടിട്ടുണ്ട്. എന്തായാലും വേണ്ടിയില്ല. വമ വന്ന നെഹ്റുജ് പുറപ്പെടും ജിൽത്തി നഹ്വി ഹയ്യത്തിൻ, പാമ്പ് പോലത്തെ ഇതിന്റെ തോലിൽ നിന്നും ഫി ഹയാത്തിന്റെ ജീവിതകാലത്ത് പുറപ്പെടുന്നത് കൽ അറക്കി, അത് ഏതുപോലെയാണ്? വിയർപ്പ് പോലെയാണ്. വമ വന്നാകുന്നത് മൂത്തേണത്, അങ്ങനെ പുറപ്പെടുന്ന ഒന്നാകുന്നത് കൽ അറക്കി, അത് എന്തുപോലെയാണ്? വിയർപ്പ് പോലെയാണ്. അപ്പൊ അതെന്താണ്? അതിന്റെ കട്ടിയായ വിയർപ്പാണ് എന്നുള്ള നിഗമനാണ്. അലാമ അഫ്താബിഹി ബഅ്ളുഹും, ചിലര് ഫത്വ കൊടുത്ത ഒന്നിന്റെ മേലിൽ, അലാമ ഒന്നിന്റെ മേലിൽ, ഫത്വ കൊടുത്ത് ബിഹ ഒന്നുകൊണ്ട്, ബഅ്ളുഹും ചിലര്. ലാക്കിൻ പക്ഷേ, കാല ശൈഖുന, നമ്മളെ ഉസ്താദ് പറഞ്ഞു, ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഫീഹി നദറുൻ, അത് വിയർപ്പ് പോലാത്ത സാധനമാണ് എന്ന് പറഞ്ഞതിൽ സംശയമുണ്ട്. ബൽ അഖ്റബു, ഏറ്റവും അടുത്ത അഭിപ്രായം, അന്നഹു നജസുൻ, അത് നജസാണ് എന്നാണ്. ലിഅന്നഹു, കാരണം അത് ജുസ്ഉം മുതജസ്സിദുൻ, അത് ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്. മുൻഫസിലുൻ, അത് വിട്ടുപിരിഞ്ഞതാണ്. മിൻ ഹയ്യിൻ, ജീവനുള്ള വസ്തുവിൽ നിന്നും. അപ്പൊ ജീവനുള്ള വസ്തുവിൽ നിന്നൊരു ശരീരം വിട്ടുപിരിഞ്ഞാല് എന്താണ് ഹുക്കുമ്? അതിന്റെ ശവം എന്താണോ ഹുക്കുമ്, അതുപോലെയാണ് അതിന്റെ ഹുക്കുമ്. അപ്പൊ ഫഹുവ, അതാകുന്നത് മൈത്തത്തി, അത് ശവം പോലെയാണ്. അപ്പൊ ഈ തോൽ എന്താണ്? ശവം നജസാണല്ലോ. അപ്പൊ ഏത് ജീവനുള്ള വസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞതും ശവം പോലെയാണ് ഹുക്കുമ്. ആനന്റെ കൊമ്പ് കൊണ്ട് വേർപ്പെട്ടാൽ ഷഫീ മദ്ഹബ് അനുസരിച്ച് അത് നജസാണ്. ആന ശവം നജസായതുപോലെ. അപ്പൊ ഇതൊക്കെ അതന്നെയാണ്. ചത്താൽ എന്താ ഹുക്കുമ്? അതാണ് അവിടുത്തെ ഹുക്കുമ്. കോഴിക്കാല് അങ്ങോട്ട് മുറിച്ചെടുത്ത് ജീവനുള്ള, അത് നജസാണ്, കാരണം കോഴി ചത്ത നജസാണല്ല. ഇനി മറ്റൊരു മസ്അല പറയാം. വഖാല, ശൈഖുന പറഞ്ഞു, അയിലം വീണ്ടും, ലൗ നസാ കൽബുൻ, നായ കയറിയാൽ, ഔ ഖിൻസീറുൻ, അല്ലെങ്കിൽ പന്നി, അല ആദമിയത്ത്, ഒരു മനുഷ്യ സ്ത്രീയുടെ മേലിൽ, ഫവലദത്ത്, അവൾ പ്രസവിച്ചു, ആദമിയൻ, ഒരു മനുഷ്യ കുഞ്ഞിനെ, ബാപ്പനായ, കാന നജസൻ, ഈ മനുഷ്യൻ നജസാണ്. വമഅ ദാലിക, അതോടുകൂടെ അവൻ മുക്കല്ലഫൻ, അവൻ കൽപ്പിക്കപ്പെട്ടവനാണ്, ബിസ്വലാത്തി, നിസ്കാരം കൊണ്ടു, വഗൈരിഹ, അല്ലാത്തത് കൊണ്ടും. സംഗതി ആള് മനുഷ്യൻ, ഈ നായക്കുട്ടിയായ മനുഷ്യൻ നജസാണ്, അതോടുകൂടെ അവന് നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവനാണ്. വഗൈരിഹ, അല്ലാത്തത് കൊണ്ട്. നിസ്കരിക്കൊക്കെ വേണം, കാരണം ബുദ്ധിയൊക്കെ ഉണ്ടല്ല. വലാഹിറുൻ, വ്യക്തമാണ്, അന്നഹു യൗഫ, നിശ്ചയം മാപ്പ് ചെയ്യപ്പെടാം, ഒന്നിനെ തൊട്ട്, യൽത്തുറു, അത്യാവശ്യമാകുന്ന, ഇലാ മുലാമസത്തിഹി, അതിനെ തൊടലിലേക്ക്, തൊടൽ അത്യാവശ്യമാകുന്ന ഒന്ന് മാപ്പുണ്ട്. കാരണം അവൻ തൊടുന്ന എന്തെങ്കിലുമൊക്കെ വസ്തു നിർബന്ധിത തൊടലിലൊക്കെ മാപ്പുണ്ട്. വഅന്നഹു, നിശവൻ, യജൂസു ഇമാമത്തുഹു, അവൻ ഇമാമത്ത് നിൽക്കൽ ജായിസാണ്. ഇത് കാരണം ലാ യാദത്താലി, അവന്റെ മേൽ മടക്കി നിസ്കരിക്കാൻ നിർബന്ധമൊന്നുമില്ല, കാരണം അവന് വേണം ഇമാമക്ക. വദുഖൂലുഹു, യജൂസു ഇമാമത്തുഹു വദുഖൂലു, അവൻ കടക്കലും ജായിസാണ്. ഫിൽ അൽ മസ്ജിദ, പള്ളിയിൽ, ഹൈസു ലാ റുതൂബത്ത്, നനവില്ലാതെ, അവന്റെ കാൽമേലൊന്നും നനവില്ലാതെ, ലിൽ ജമാഅത്ത്, ജമാഅത്തിന് വേണ്ടി പള്ളിക്ക് വരാം. വനഹ്വി, അതുപോലത്തിന് വേണ്ടി. ഇന്ദഹ, ശൈഖുന പറഞ്ഞത് കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഒരു നജസായ വസ്തു എങ്ങനെ ശുദ്ധിയാക്കണം എന്ന വിഷയമാണ് അടുത്ത സ്ഥലത്ത് പറയുന്നത്. അത് അടുത്ത വോയിസിൽ പറയാം.